ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ മക്കൾക്ക് കുറച്ചുകൂടെ ഉപകാരപ്രദവും സുഖപ്രദവും ആവാൻ വേണ്ടിയിട്ട് പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നമ്മളിപ്പോൾ ഓൺലൈൻ ട്യൂഷൻ ആരംഭിച്ചിട്ടുണ്ട്. 1 മുതൽ 6 വരെയുള്ള മക്കൾക്കാണ് നമ്മളിപ്പോൾ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. ഹായ് ഹലോ മക്കളെ, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ലൈൻസ് ആൻഡ് ഷേപ്സ് എന്നാണ് കേട്ടോ ഈ ചാപ്റ്ററിന്റെ പേര്. അപ്പൊ ലൈൻസ് എന്ന് വെച്ചാൽ എന്താ മക്കളെ? വര അല്ലെ? ലൈൻസിനെ കുറിച്ചും അതുപോലെ ഷേപ്സ്, നിങ്ങൾക്ക് ഒരുപാട് ഷേപ്സ് അറിയാലോ. ട്രയാങ്കിൾ, സർക്കിൾ, റെക്റ്റാങ്കിൾ, സ്ക്വയർ, പിന്നെ ട്രപ്പീസിയം, പാരലലോഗ്രാം, ഇങ്ങനെ ഒത്തിരി ഷേപ്സ് ഉണ്ട് അല്ലേ? അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പാഠം തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു പിക്ചർ അവിടെ തന്നിട്ടുണ്ട്. ഒരു സ്കൂളിന്റെ പിക്ചറാണ് അല്ലേ? ഗവൺമെന്റ് LP സ്കൂൾ കടലുകാണി. അപ്പോൾ അവിടെ അതുപോലെ ഒരു ബാനർ ഒട്ടിച്ചിട്ടുണ്ട് വേൾഡ് ഓഷ്യൻസ് ഡേയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. പിന്നെ ഗേറ്റിൽ ഒരുപാട് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ? യൂസിങ് ഷേപ്സ് വെച്ചിട്ട് ഒരുപാട് പിക്ചേഴ്സ് വരച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഒരു ക്യാറ്റിന്റെ ചിത്രം, ഷിപ്പിന്റെ ചിത്രം, ഫിഷിന്റെ ചിത്രം ഒക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സീ ആൻഡ് ഡ്രോ. യു സോ ദ പിക്ചർ ഓൺ ദ ഫസ്റ്റ് പേജ്, ഡിഡ്ന്റ് യു? നമ്മളിപ്പോൾ കണ്ട ചിത്രത്തെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ഡിഡ് യു നോട്ടീസ് ദ പിക്ചേഴ്സ് ഓൺ ദ വോൾ? അവിടെ വോളിലുള്ള ചിത്രങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മൾ പറഞ്ഞു അല്ലേ, ക്യാറ്റ്, ഷിപ്പ്, ഫിഷ് ഒക്കെ ഉണ്ടെന്ന്. ഡ്രോ ദ പിക്ചർ യു ലൈക്ക് ദ മോസ്റ്റ്. നിങ്ങൾക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പിക്ചർ ഇവിടെ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് അതിൽ ക്യാറ്റാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ക്യാറ്റിനെ എങ്ങനെയാണ് വരയ്ക്കുക നിങ്ങൾക്ക് അറിയാമല്ലോ. അത് നോക്കിയിട്ട് വരച്ചു കൊടുക്കാം. ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് നോക്കിയിട്ട് വരച്ചു കൊടുക്കാം. സെലിബ്രേഷൻ. What day is celebrated on the 8th of June in കടലുകാണി സ്കൂൾ? ജൂൺ 8 കടലുകാണി സ്കൂളിൽ നടക്കാൻ പോകുന്ന സെലിബ്രേഷൻ എന്താണ്? വേൾഡ് ഓഷ്യൻസ് ഡേ ആണല്ലേ? അതവിടെയാണ് ബാനറിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. വേൾഡ് ഓഷ്യൻസ് ഡേ സെലിബ്രേഷൻ ആണ് നടക്കാനായിട്ട് പോകുന്നത്. Color the fish. There is an exhibition in Kadalugani School as part of the World Oceans Day celebration. Anu, Subi and Atul are making different kinds of paper fishes for decoration. അപ്പോൾ ഈ സെലിബ്രേഷന് വേണ്ടിയിട്ട് അതുലും പിന്നെയോ അനുവും സുബിയും കൂടെ ഒരുപാട് ഫിഷസിനെ ഉണ്ടാക്കുന്നത്, പേപ്പർ ഫിഷസിനെ ഉണ്ടാക്കുന്നത് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. കണ്ടോ? അവർ ഫിഷസിനെ ഉണ്ടാക്കുന്ന ചിത്രം നിങ്ങൾ കണ്ടോ മക്കളെ? See how they have hung their paper fishes using strings. അവർ നൂലിൽ കെട്ടി തൂക്കിയിട്ട് ആ പേപ്പർ ഫിഷസിനെ വച്ചിരിക്കുന്നത് കണ്ടോ മക്കളെ? Draw and color. Draw other shapes shapes joining those below to make fishes and color them. അപ്പോൾ നിങ്ങൾക്ക് മുകളിലുള്ള ഫിഷസിനെ നിങ്ങൾക്ക് കളർ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 2 ഷേപ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഷേപ്പ് എന്താണ്? 3 ലൈൻസ് വെച്ചിട്ട് വരച്ചത്. അതൊരു ട്രയാങ്കിൾ ആണ് അല്ലേ? അപ്പോൾ ഈ ട്രയാങ്കിൾ വെച്ചിട്ട് നിങ്ങൾ ഇനി ഒരു ഫിഷ് വരയ്ക്കണം. അപ്പോൾ മുകളിൽ നമുക്ക് ഓൾറെഡി ട്രയാങ്കിൾ വെച്ചിട്ട് ഈ ഒരു ഫിഷിനെ വരച്ചിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് തന്നെ ഇവിടേക്ക് എടുത്ത് വരച്ചാലും മതി. പിന്നെ 2ാമത്തെ കോളത്തിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഒരു റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിൾ യൂസ് ചെയ്തിട്ട് ഒരു ഫിഷിനെ വരയ്ക്കണം. അതും നമുക്ക് മുകളിൽ തന്നെ തന്നിട്ടുണ്ട്. അതുപോലെ നോക്കിയിട്ട് ഇവിടെ വരച്ചു കൊടുത്താൽ മതി. ഷേപ്സ്. വാട്ട് ഓൾ ഷേപ്സ് ഡിഡ് യു നോട്ടീസ് ഇൻ ദ പേപ്പർ ഫിഷസ്? പേപ്പർ ഫിഷസിൽ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുള്ള ഷേപ്സ് ഏതൊക്കെയാണ്? ഡ്രോ ദ ഷേപ്സ് യു നോ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. നിങ്ങൾ ആ ഷേപ്പ് വരയ്ക്കുകയും അതിന്റെ നെയിം എഴുതി കൊടുക്കുകയും വേണം. അപ്പൊ ആദ്യത്തെ ഒരു ഷേപ്പ് നമുക്ക് അവിടെ വരച്ച് തന്നിട്ടുണ്ട്. കണ്ടോ? ഈ ഷേപ്പിന്റെ നെയിം എന്താണ് മക്കളെ? നമ്മൾ എന്താ പറയുക ഈ ഷേപ്പിന്? സർക്കിൾ എന്നാണ് അല്ലേ? സർക്കിൾ, വട്ടം, വൃത്തം, സർക്കിൾ എന്നാണ് പറയാ. പിന്നെ അടുത്തൊരു ഷേപ്പ് ആയിരുന്നു ഇതുപോലെ 3 ലൈൻസ് ജോയിൻ ചെയ്തിട്ടുള്ള ഷേപ്പ്. അതിനെ നമ്മൾ ട്രയാങ്കിൾ എന്നാണ് പറയാ. പിന്നെ അതുപോലെ 4 ലൈൻസ് ജോയിൻ ചെയ്തിട്ടുള്ള ഷേപ്പിനെ നമ്മൾ റെക്റ്റാങ്കിൾ എന്നാണ് പറയാറുള്ളത്. ഈർക്കിൾ ഫിഷ്. ഇവിടെ ഈർക്കിൾ വെച്ചിട്ട് ഒരു കുട്ടി ഒരു ഫിഷിനെ ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടോ? മേക്ക് എ ഫിഷ് യൂസിങ് ഈർക്കിൾ ബിറ്റ്സ്. ഈർക്കിൾ കഷ്ണങ്ങൾ കൊണ്ട് നിങ്ങളും ഒരു ഫിഷിനെ ഉണ്ടാക്കി നോക്കണം. The picture shows the fish Adul made by sticking ഈർക്കിൾ bits on paper. ഇത് ഈർക്കിള് പല വലുപ്പത്തിൽ മുറിച്ചെടുത്ത് അതിലൊരു പേപ്പറിൽ ഒട്ടിച്ചെടുത്ത ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. Can't you also make such figures? Use them for the Oceans Day celebration. നിങ്ങളും ഇതുപോലെ ഈർക്കിൾ ഉപയോഗിച്ച് ഫിഷിനെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ സ്കൂളിൽ ഓഷ്യൻ ഡേ സെലിബ്രേഷൻ ചെയ്യുന്ന സമയത്ത് ആ ഫിഗേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ബട്ടർഫ്ലൈ. To decorate the classrooms in the school, new figures are to be drawn. See the butterfly drawn using various shapes, color it and make it pretty. അപ്പോൾ ഇതുപോലെ ഫിഷിനെ മാത്രമല്ല
ഷേപ്സ് ഉപയോഗിച്ചിട്ട് പല ചിത്രങ്ങളും വേണം എന്തിന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്, അലങ്കരിക്കാനായിട്ട്. അപ്പോൾ അവർ ഷേപ്സ് യൂസ് ചെയ്തിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈയുടെ ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബട്ടർഫ്ലൈക്ക് നല്ല കളർ കൊടുത്ത് മനോഹരമാക്കുക. ഇനി അത് ബേസ് ചെയ്തിട്ട് തന്നെ നമുക്ക് അവിടെ സൈഡിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ഷേപ്സ് ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ യൂസ് ചെയ്തിട്ടുള്ള ഷേപ്സ് എന്തൊക്കെയാണ്? സർക്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, റെക്ടാങ്കിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട് അല്ലേ. പസിൽ കോർണർ. ഓൺലി 3 lines ആർ നീഡഡ് ടു മേക്ക് മീ. ഹു ആം ഐ? എന്നെ നിർമ്മിക്കാൻ വെറും 3 lines മാത്രം മതി, 3 lines മാത്രം മതി. ഞാൻ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോ ഏതായിരിക്കും മക്കളെ? നമുക്കൊരു റെക്ടാങ്കിൾ എടുത്ത് നോക്കാം. റെക്ടാങ്കിളിന് എത്ര ലൈൻസ് വേണം ഒരു റെക്ടാങ്കിൾ ആവാൻ? 1 2 3 4 ലൈൻസ് വേണം അല്ലേ. അപ്പൊ റെക്ടാങ്കിൾ അല്ല. സർക്കിളിന് ലൈൻസ് ഒന്നും തന്നെ വേണ്ട. പിന്നെയോ ട്രയാങ്കിൾ നോക്കാം. 1 2 3 3 ലൈൻസ് മതി അല്ലേ. അപ്പൊ ആരാണ് ആള്? ട്രയാങ്കിൾ ആണ്. മെഷറിംഗ് സൈഡ്സ്. യൂസ് എ റെക്ടാങ്കിൾ കാർഡ് ഇൻ ദ മാത്ത് ബോക്സ് ടു ഡ്രോ എ റെക്ടാങ്കിൾ. നിങ്ങൾ നിങ്ങളുടെ മാത്ത് ബോക്സിലുള്ള ഒരു റെക്ടാങ്കിൾ കാർഡ് യൂസ് ചെയ്തിട്ട് ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക. ഞാനിവിടെ നിങ്ങൾക്ക് ഒരു റെക്ടാങ്കിൾ വരച്ച് തരുന്നുണ്ട്. എന്നിട്ട് എന്താ ചെയ്യുക? ഹൗ മെനി സൈഡ്സ് ഡസ് ദ റെക്ടാങ്കിൾ ഹാവ്? ഒരു റെക്ടാങ്കിളിന് എത്ര സൈഡ്സ് ഉണ്ട്? എത്ര ലൈൻസ് ജോയിൻ ചെയ്തിട്ടാണ് ഒരു റെക്ടാങ്കിൾ ഉണ്ടാവുന്നത്? 1 2 3 4 ലൈൻസ് ആണ്, 4 സൈഡ്സ് ആണ് ഉള്ളത്. ആൻഡ് കോർണേഴ്സ്. എത്ര കോർണേഴ്സ് ഉണ്ട്? കോർണേഴ്സ് എന്ന് വെച്ചാൽ 2 ലൈൻസ് ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് ഉണ്ടാവുന്നതാണ് എന്ത്? ഒരു കോർണർ എന്ന് പറയുന്നത്. സോ ഇവിടെ 1 2 3 4 കോർണേഴ്സും ഉണ്ട്. യൂസ് റൂളർ ടു മെഷർ ദ സൈഡ്സ് ഓഫ് ദ റെക്ടാങ്കിൾ യു ഹാവ് ഡ്രോൺ. ഇതിൽ നിങ്ങൾ വരച്ച റെക്ടാങ്കിളിന്റെ 4 സൈഡ്സും എത്ര സെന്റിമീറ്റേഴ്സ് വീതമാണെന്ന് ഒരു സ്കെയിലിൽ വെച്ചിട്ട് മെഷർ ചെയ്തിട്ട് അളക്കാനും പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ വരച്ച റെക്ടാങ്കിളിൽ സൈഡ് 1, ഫസ്റ്റത്തെ സൈഡ് 3 സെന്റിമീറ്റേഴ്സ് ആണ്, സെക്കൻഡ് സൈഡ് 5 സെന്റിമീറ്റേഴ്സ് ആണ്, തേർഡ് സൈഡ് 3 സെന്റിമീറ്റേഴ്സ് ആണ്, ഫോർത്ത് സൈഡ് 5 സെന്റിമീറ്റേഴ്സ് ആണ്. ഡു യു നോട്ട് എനിത്തിങ് സ്പെഷ്യൽ അബൌട്ട് ദീസ് ലെങ്ത്സ്? റൈറ്റ് യുവർ ഫൈൻഡിങ്സ്. ഈ ലെങ്ത്തുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഈ ലെങ്ത്തുകൾക്ക് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ മക്കളെ? ഉണ്ട് അല്ലേ. സൈഡ് 1ഉം സൈഡ് 3യും ഈക്വൽ ആണ്, അതുപോലെ സൈഡ് 2ഉം സൈഡ് 4 ഈക്വൽ ആണ്. അതായത് ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് ഈക്വൽ ആയിട്ട് വരുന്നത്. ഫോർ എ റെക്ടാങ്കിൾ ദ ലെങ്ത് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ അല്ലേ. ഒരു റെക്ടാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്, എതിരെ കിടക്കുന്ന വശങ്ങൾ സെയിം ലെങ്ത് ആയിരിക്കും ഉണ്ടാവുക. ഈർക്കിൾ റെക്ടാങ്കിൾ. See the shapes Atul and Binsa made using ഈർക്കിൾ bits of length 8 centimeters and 5 centimeters. ഇവിടെ അതുലും ബിൻസയും 2 ഷേപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. 4 ഈർക്കിൾ ബിറ്റ്സ് വെച്ചിട്ട്, അതായത് 2 ഈർക്കിൾ ബിറ്റ്സിന്റെ ലെങ്ത് 8 സെന്റിമീറ്റേഴ്സും 2 5 സെന്റിമീറ്റേഴ്സും ആണ്. അപ്പൊ അത് വെച്ചിട്ട് അവർ 2 പേരും 2 ഷേപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ 2 പേരുടെയും ഷേപ്പ് കണ്ടോ? രണ്ടും സെയിം അല്ല എന്ന് നമുക്ക് ചിത്രം കണ്ടാൽ തന്നെ അറിയാം അല്ലേ. വിച്ച് ഈസ് എ റെക്ടാങ്കിൾ. ഇത് രണ്ടിലും ഏതാണ് റെക്ടാങ്കിൾ? അതുലിൻ്റെതാണ് റെക്ടാങ്കിൾ. ഇൻ അതുൽസ് ഫിഗർ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് ഗോ സ്ട്രെയിറ്റ് അപ്പ്. അതുലിന്റെ ചിത്രത്തിൽ നോക്കൂ, അതുലിന്റെ ഈ പിക്ചറിൽ ഈ റെക്ടാങ്കിളിൽ എന്താണ്? ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും മുകളിലേക്ക് നേരെ കുത്തനെയാണ് ഉള്ളത്. ദ ഫിഗർ ബിൻസ മേഡ് ഈസ് നോട്ട് എ റെക്ടാങ്കിൾ. വൈ? ബിൻസ ഉണ്ടാക്കിയത് റെക്ടാങ്കിൾ അല്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ്സ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ആർ സ്ലാൻഡഡ്. ദേ ആർ നോട്ട് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഇതില് ബിൻസയുടെ ഇതിൽ 2 സൈഡും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ചെറിയൊരു സ്ലാൻഡഡ് ആണ് അല്ലെ. സ്ലാൻഡഡ് ലൈൻ ആണ്, ചെരിവുള്ള ലൈൻസ് ആണ്, കുത്തനെയല്ല, ചെരിവുള്ള ലൈൻസ് ആണ്. സോ അതുകൊണ്ട് അത് റെക്ടാങ്കിൾ അല്ല. റെക്ടാങ്കിൾസ് സ്പെഷ്യാലിറ്റി. റെക്ടാങ്കിളിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റൈറ്റ് ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് എ റെക്ടാങ്കിൾ. ഒരു റെക്ടാങ്കിളിന്റെ സ്പെഷ്യാലിറ്റീസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടെണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ നോക്കിക്കേ. റെക്ടാങ്കിൾ ഹാസ് 4 സൈഡ്സ്. റെക്ടാങ്കിളിന് 4 സൈഡ്സ് ഉണ്ടാവും. ദ ടോപ്പ് ആൻഡ് ബോട്ടം ലൈൻസ് ആർ ഹൊറിസോണ്ടൽ. ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് ആർ വെർട്ടിക്കൽ. ഇതിലെ മുകളിലും താഴെയുള്ള വരകൾ എന്തായിരിക്കും? നേരെയായിരിക്കും, ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും എങ്ങനെയായിരിക്കും? വെർട്ടിക്കൽ ആയിട്ടായിരിക്കും, കുത്തനെയായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി നമുക്ക് അടുത്ത സ്പെഷ്യാലിറ്റി എന്തെഴുതാം? റെക്ടാങ്കിൾ ഹാസ് 4 കോർണേഴ്സ്. 4 കോർണേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെയോ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ഇൻ ലെങ്ത്. റെക്ടാങ്കിളിന്റെ 2 ഓപ്പോസിറ്റ് സൈഡ്, എതിർവശങ്ങൾ രണ്ടും എന്തായിരിക്കും? തുല്യമായിരിക്കും. ലെങ്ത്തിൽ സെയിം ലെങ്ത് ആയിരിക്കും രണ്ടിനും ഉണ്ടായിരിക്കുക.
different rectangles. See the rectangles Anoop drew using the rectangle cards in his math box. അനൂപ് അവൻ്റെ മാത്ത് ബോക്സിലുള്ള റെക്റ്റാങ്കിൾ കാർഡ് വെച്ചിട്ട് വരച്ചിട്ടുള്ള 4 റെക്റ്റാങ്കിൾസ് ആണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. റെക്റ്റാങ്കിൾ 1, റെക്റ്റാങ്കിൾ 2, റെക്റ്റാങ്കിൾ 3, റെക്റ്റാങ്കിൾ 4 എന്നിങ്ങനെ 4 റെക്റ്റാങ്കിൾസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ? മെഷർ ദ സൈഡ്സ് യൂസിങ് എ റൂളർ ആൻഡ് റൈറ്റ് ദം ഇൻ ദ ടേബിൾ. ഈ 4 റെക്റ്റാങ്കിളിൻ്റെയും 4 സൈഡ്സും മെഷർ ചെയ്തിട്ട് നിങ്ങൾ അത് എത്രയാണെന്ന് ഇവിടെ ഈ ടേബിളിൽ എഴുതി കൊടുക്കണം. റെക്റ്റാങ്കിൾ 1-ൽ സൈഡ് 1-ൻ്റെ ലെങ്ത്ത് 6.1 സെൻറ്റിമീറ്റർ, സൈഡ് 2 3 സെൻറ്റിമീറ്റർ, സൈഡ് 3 3 സെൻറ്റിമീറ്റർ, സൈഡ് 4 6.1 സെൻറ്റിമീറ്റർ. റെക്റ്റാങ്കിൾ 2 സൈഡ് 1 4.1 സെൻറ്റിമീറ്റർ, സൈഡ് 2 5 സെൻറ്റിമീറ്റർ, side 3 5 cm, side 4 4.1 cm. Rectangle 3 side 1 is equal to 4.1 cm, side 2 is equal to 4.1 cm, side 3 equal to 4.1 cm, side 4 is equal to 4.1 cm. Rectangle 4 side 1 is equal to 3.1 cm, side 2 is equal to 3.1 cm, side 3 is equal to 3.1 cm, side 4 is equal to 3.1 cm. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് മെഷർമെൻറ്റ്സ്? നിങ്ങൾ ഈ മെഷർ ചെയ്തതിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ എന്താണ്? നമുക്ക് 2 സ്പെഷ്യാലിറ്റി കാണാം. എന്താണ്? ഇൻ റെക്റ്റാങ്കിൾ 1 and 2 സൈഡ് 1 and 4 ഹാസ് ഈക്വൽ ലെങ്ത് ആൻഡ് സൈഡ് 2 and 3 ഹാസ് ഈക്വൽ ലെങ്ത്. ഇൻ റെക്റ്റാങ്കിൾ 3 and 4 ഓൾ 4 സൈഡ്സ് ആർ ഈക്വൽ ഇൻ ലെങ്ത്. അപ്പോൾ ആദ്യത്തെയും രണ്ടാമത്തെയും റെക്റ്റാങ്കിളിൽ ഫസ്റ്റ് സൈഡ് അതുപോലെ ഫോർത്ത് സൈഡും സൈഡ് 2ഉം സൈഡ് 3യും ഈക്വൽ ലെങ്ത് ആണ്. അതായത് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ലെങ്ത് ആണ്. എന്നാൽ റെക്റ്റാങ്കിൾ 3, 4 ഈ 2 റെക്റ്റാങ്കിളിലും 4 സൈഡും എന്താണ്? ഈക്വൽ ആണ്. അവസാനത്തെ 2 റെക്റ്റാങ്കിളിൽ 4 സൈഡും ഈക്വൽ ആണ്. ഇങ്ങനെ 4 സൈഡും ഈക്വൽ ആയ റെക്റ്റാങ്കിളിനെ നമ്മൾ സ്ക്വയർ എന്നാണ് പറയുക. സ്പെഷ്യൽ റെക്റ്റാങ്കിൾ. We have seen different rectangles. Look at the third and fourth rectangles again. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. മൂന്നാമത്തെയും നാലാമത്തെയും റെക്റ്റാങ്കിൾസ് മക്കൾ ഒന്നുകൂടെ നോക്കിക്കേ. ടേക്ക് ഈർക്കിൾ ബിറ്റ്സ് ടു മേക്ക് സച്ച് എ റെക്റ്റാങ്കിൾ. നിങ്ങൾ എന്ത് ചെയ്യുക? അതുപോലെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു 4 ഈർക്കിൾ ബിറ്റ്സ് എടുക്കുക. നിങ്ങൾ എടുത്ത ഈർക്കിൾ ബിറ്റ്സിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ മക്കളെ? 4 ബിറ്റ്സും ഒരേ നീളമായിരിക്കും, സെയിം ലെങ്ത് ആയിരിക്കും ഉണ്ടാവുക. Now write down the peculiarities of a square. ഒരു സ്ക്വയറിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പെക്യുലാരിറ്റീസ് എന്ന് വെച്ചാലും എന്താണ്? സവിശേഷതകൾ കേട്ടോ, എന്തൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചു തന്നെ നമുക്ക് എഴുതി കൊടുത്താൽ മതി. ഒരെണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. there are 4 sides. ഒരു സ്ക്വയറിന് റെക്റ്റാങ്കിളിനെ പോലെ തന്നെ 4 sides ഉണ്ടായിരിക്കും, 4 sides ഉണ്ടായിരിക്കും. there are 4 corners. ഓൾറെഡി എന്തുണ്ടായിരിക്കും? ഓൾസോ 4 corners ഉണ്ടായിരിക്കും. തേർഡ് വൺ എന്താണ്? all sides are equal in length. ഒരു സ്ക്വയറിൻ്റെ 4 സൈഡ്സും ഈക്വൽ ആയിരിക്കും ലെങ്ത് ഉണ്ടായിരിക്കുക. പിന്നെ അവസാനത്തേത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡ്സ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും എന്തായിരിക്കും? ഓരോ 2 സൈഡുകളും മറ്റ് തൊട്ടടുത്തുള്ള ലൈനോട് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് നേരെ റൈറ്റ് അപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുക. നമുക്കിനി സ്ക്വയറിനെ കുറിച്ച് 2 കാര്യങ്ങളൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കേ. സ്ക്വയർ റെക്റ്റാങ്കിൾ വിത്ത് ഓൾ 4 സൈഡ്സ് ഓഫ് ദ സെയിം ലെങ്ത് ഈസ് കോൾഡ് എ സ്ക്വയർ. ഒരു റെക്റ്റാങ്കിൾ തന്നെയാണ് സ്ക്വയറും, പക്ഷേ എന്താണ് അതിൻ്റെ പ്രത്യേകത? അതിൻ്റെ 4 സൈഡ്സും ഈക്വൽ ആയിരിക്കും. ലെങ്ത്തിൽ 4 സൈഡ്സും ഈക്വൽ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓൾ സ്ക്വയേഴ്സ് ആർ റെക്റ്റാങ്കിൾസ് ബട്ട് ഓൾ റെക്റ്റാങ്കിൾസ് ആർ നോട്ട് സ്ക്വയേഴ്സ്. എല്ലാ സ്ക്വയേഴ്സും എന്താണ്? റെക്റ്റാങ്കിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം അതിന് 4 സൈഡും 4 കോർണറും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും പെർപെൻഡിക്കുലറും ആണ് ആവുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാ സ്ക്വയറും റെക്റ്റാങ്കിൾ ആണെന്ന് പറയാം. പക്ഷേ എല്ലാ റെക്റ്റാങ്കിളും എന്തല്ല? സ്ക്വയർ അല്ല. റെക്റ്റാങ്കിൾ സ്ക്വയർ ആവണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ 4 സൈഡിൻ്റെയും ലെങ്ത് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. സ്ക്വയർ വിത്തിൻ റെക്റ്റാങ്കിൾ. ഡ്രോ എ സിംഗിൾ ലൈൻ ഇൻസൈഡ് ദിസ് റെക്റ്റാങ്കിൾ ടു ഡ്രോ എ സ്ക്വയർ. നമുക്കിവിടെ ഒരു വലിയ റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. ഈ റെക്റ്റാങ്കിളിനെ 2 സ്ക്വയർ ആക്കി മാറ്റണമെങ്കിൽ ഒരു ലൈൻ വരച്ചിട്ട് 2 സ്ക്വയർ ആക്കി മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത്? എവിടെയാണ് ലൈൻ വരയ്ക്കേണ്ടത്? നമുക്കറിയാം. ഇതിൻ്റെ ഒത്ത നടുക്കായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ 2 സ്ക്വയറും എന്താണ്? 4 സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള 2 സ്ക്വയർ ആയിട്ട് നമുക്ക് ഈ റെക്റ്റാങ്കിളിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. മേക്കിംഗ് എ ക്യൂബ്. Draw squares as shown below in a thick sheet of paper and cut it with teacher's help. Make a cube as shown. നമ്മൾ ഒരു വലിയ പേപ്പർ എടുക്കുക. വലിയ പേപ്പർ എടുത്തിട്ട് അതിൽ ഇതുപോലെ കുറച്ച് സ്ക്വയേഴ്സ് വരച്ചു കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്തിട്ട് അതിനൊരു ക്യൂബാക്കി മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചർ കാണിച്ചു തരും. അതുപോലെ ടീച്ചറുടെ ഹെൽപ്പോട് കൂടിയിട്ട് നിങ്ങൾക്ക് അതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് നോക്കൂ. ജിയോ ബോട്ട്.
Make a rectangles and squares using rubber bands on the geoboard in the MATLAB. Find the length of sides. What figures is got by looping a rubber band? ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മാത്ത് ലാബിൽ ജിയോ ബോർഡ് ഉണ്ടായിരിക്കും. ഇനി അതില്ലാത്തവർ എന്ത് ചെയ്യുക, ഒരു കാർഡ് ബോർഡോ അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള പേപ്പർ എന്തെങ്കിലും എടുത്തിട്ട് അതിൽ കുറച്ച് ആണികൾ ഇതുപോലെ തറച്ചിടുക. എന്നിട്ട് നൂല് വെച്ചിട്ട് നിങ്ങൾ ഈ ആണികളിൽ ഈ നൂല് ജോയിൻ ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെക്റ്റാങ്കിളും അതുപോലെ ട്രയാങ്കിൾസ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ സ്ക്വയേഴ്സ് ഒക്കെ ഉണ്ടാക്കി നോക്കുക. വാട്ട് ഫിഗേഴ്സ് ഈസ് ഗോഡ് ബൈ ലൂപ്പിംഗ് എ റബ്ബർ ബാൻഡ് അറൗണ്ട് എ പെഗ് ആൻഡ് 3 pegs നിയറസ്റ്റ് ടു ഇറ്റ്. ഒരു ആണിയിൽ നിന്ന് തൊട്ടടുത്തുള്ള 3 ആണികളിലേക്ക് സെയിം ലെങ്ത്തിലായിട്ട് നമ്മൾ ആണി അടിച്ച് അതിലേക്ക് സ്ട്രിങ് വലിച്ചു കെട്ടുമ്പോൾ നമുക്ക് എന്ത് രൂപമാണ് ഉണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാൻ പറ്റും, സ്ക്വയർ ആണ് ഉണ്ടാവുന്നത്. മാത്ത് ക്ലബ്. See how they have decorated the classroom for the math club inauguration. അവരുടെ സ്കൂളിലെ മാത്ത് ക്ലബിന്റെ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് അവർ ക്ലാസ് റൂം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കൂ, പല വർണ്ണ കടലാസ് കൊണ്ട് പല നിറത്തിലുള്ള രൂപങ്ങൾ, ഷേപ്സ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. വാട്ട് ഓൾ ഷേപ്സ് ആർ ദെയർ among them? അവിടെ ഉള്ള അവരുണ്ടാക്കിയിട്ടുള്ള ഷേപ്പുകൾ ഏതൊക്കെയാണ്? The pictures below shows some of these shapes. Write the name of each under it. അപ്പോൾ അവരുണ്ടാക്കിയിട്ടുള്ള കുറച്ച് ഷേപ്സ് നമുക്ക് അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ നെയിം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ ഷേപ്പ് കണ്ടോ മക്കളെ, ഒരു ട്രയാങ്കിളും താഴെ സർക്കിളും കൂടെ ആയിട്ട് അല്ലേ, ട്രയാങ്കിളിന്റെ ഒരു 3D പിക്ചറാണ് തന്നിട്ടുള്ളത്. അതിന് നമ്മൾ ആ ഷേപ്പിനെ നമ്മൾ കോൺ എന്നാണ് പറയാറ്, കോൺ. ഓക്കെ. രണ്ടാമത്തേത് ഒരുപാട് സ്ക്വയേഴ്സ് കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു പിക്ചറാണ്. അതിന് നമ്മൾ ഈ ഷേപ്പിനെ നമ്മൾ ക്യൂബ് എന്നാണ് പറയാ. മൂന്നാമത്തേത് റെക്റ്റാങ്കിളും അതുപോലെ സ്ക്വയേഴ്സും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു പിക്ചറാണ്. ഈ ഷേപ്പിനെ നമ്മൾ റെക്റ്റാങ്കുലാർ ബ്ലോക്ക് അല്ലെങ്കിൽ ക്യൂബോയിഡ് അല്ലെങ്കിൽ റെക്റ്റാങ്കുലാർ പ്രിസം എന്നൊക്കെയാണ് പറയാം. അവസാനത്തെ ഷേപ്പ് എന്താണ്? ഒരു സർക്കിള് പോലെ തന്നെയാണ്, പക്ഷേ സർക്കിളിന്റെ ഒരു 3 dimensional ചിത്രം, പിക്ചർ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതിനെ നമ്മൾ സ്ഫിയർ എന്നാണ് പറയുക. അപ്പോൾ കോൺ, ക്യൂബ്, റെക്റ്റാങ്കുലാർ ബ്ലോക്ക്, സ്ഫിയർ, ഈ 4 പുതിയ ഷേപ്പുകൾ കൂടെ നമ്മൾ പഠിച്ചു. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ക്ലാസിഫൈ വേരിയസ് ഫെമിലിയർ ഒബ്ജക്ട്സ് സീൻ അറൗണ്ട് യു അക്കോർഡിംഗ് ടു ദെയർ ഷേപ്സ്. റൈറ്റ് ദ നെയിം ഓഫ് ദീസ് ഒബ്ജക്ട്സ് ഓൾസോ. അപ്പോൾ ഈ 4 ഷേപ്പിലുള്ള നിങ്ങൾക്ക് ചുറ്റുപാടിലും കാണാൻ കഴിയുന്ന വസ്തുക്കൾ, ഒബ്ജക്ട്സിന്റെ നെയിം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് റെക്റ്റാങ്കുലർ ബ്ലോക്കിന്റെ ഷേപ്പിൽ കാണാൻ കഴിയുന്ന ഒബ്ജക്ട്സ് ഏതൊക്കെയാണ്? ബോക്സ് ഉണ്ട് അല്ലേ, പല ബോക്സുകളും നമുക്ക് അങ്ങനെ കാണാം. പിന്നെ നമ്മുടെ ബുക്ക്, ടെലിവിഷൻ, ടാബ്ലറ്റ്സ്, പിന്നെ ബ്രിക്സ്, ഇഷ്ടിക ഒക്കെ റെക്റ്റാങ്കുലർ ബ്ലോക്കിന്റെ ഷേപ്പിലാണ് ഉള്ളത്. അടുത്തതായിട്ട് സ്ഫിയറിന്റെ ഷേപ്പിൽ നമുക്ക് എന്തൊക്കെയാ കാണാം? ബാസ്കറ്റ് ബോള്, ഗ്ലോബ്, മാർബിൾസ്, പ്ലാനറ്റ്സ്, മൂണ്, ഇതെല്ലാം സ്ഫിയർ ആണ്. പ്ലാനറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ എർത്തും വീനസും നെപ്റ്റ്യൂണും യുറാനസും മാർസും എല്ലാം പെടും കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ക്യൂബിന്റെ ഷേപ്പിൽ നമുക്ക് ഡൈസ് കാണാം, അതുപോലെ സ്ക്വയർ ഐസ് ക്യൂബ് കാണാം, നമ്മുടെ ഐസ് ക്യൂബ് കാണാം, റുബിക്സ് ക്യൂബ് കാണാം, സ്ക്വയർ ടിഷ്യൂ ബോക്സ് കാണാം, ഷുഗർ ക്യൂബ്സ് കാണാം. ഇതെല്ലാം ക്യൂബിന്റെ ഷേപ്പിലാണ്. അവസാനമായി കോൺ ഷേപ്പിലുള്ള ഒബ്ജക്ട്സ് ഏതൊക്കെയാണ്? നമ്മുടെ ക്രിസ്മസ് ട്രീ, അതുപോലെ ക്യാരറ്റ്, പാർട്ടി ഹാറ്റ്, നമ്മൾ ബർത്ത്ഡേക്കൊക്കെ വെക്കില്ലേ ക്യാപ്പ്, ബർത്ത്ഡേ ക്യാപ്പ്, അത്, ഐസ്ക്രീം കോൺ, ട്രാഫിക് കോൺസ്, ഇതെല്ലാം കോണിന്റെ ഷേപ്പിലാണ് ഉള്ളത്. ടാൻഗ്രാം. The cover page of the textbook shown various figures formed using the shapes shown below. Make new figures using these pieces of the tangram. നമുക്ക് ട്രയാങ്കിളും റെക്റ്റാങ്കിളും സ്ക്വയറും ഒക്കെ വെച്ചിട്ട് ഒരുപാട് വേറെ ഷേപ്സ് ഉണ്ടാക്കിയിട്ടുള്ള പിക്ചറാണ് ഇവിടെ തന്നിട്ടുള്ളത്. നിങ്ങളും ഇതുപോലെ എന്ത് ചെയ്യുക, അത് തിരിച്ചും മറിച്ചൊക്കെ വെച്ചിട്ട് വേറെ ഷേപ്സ് ഉണ്ടാക്കി നോക്കുക. ഇനി നമുക്ക് അസസ്മെന്റ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. Question 1. Tick the rectangles in the figures below. Color the square with red. താഴെ തന്നിട്ടുള്ള ഷേപ്സിൽ റെക്റ്റാങ്കിൾ ഏതാണോ അതിന് ടിക്ക് ഇട്ട് കൊടുക്കുക, അതുപോലെ സ്ക്വയറിന് റെഡ് കളർ കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്കറിയാം, രണ്ടാമത്തേതാണ് അല്ലേ, റെക്റ്റാങ്കിൾ 4 സൈഡ്സും 4 കോർണേഴ്സും വരുന്ന ഈ ഷേപ്പാണ്. അതുപോലെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും പെർപെൻഡിക്കുലർ ആവുകയും വേണം കേട്ടോ, അതാണ് റെക്റ്റാങ്കിൾ. അതുപോലെ അവസാനത്തേതും റെക്റ്റാങ്കിൾ ആണ്, പക്ഷെ അവസാനത്തേത് എന്താണ്? ഒരു സ്ക്വയർ ആണല്ലേ, 4 സൈഡ്സും ഈക്വൽ ആണ്, അതുകൊണ്ട് അവസാനത്തേത് ഒരു സ്ക്വയർ കൂടെയാണ്. അപ്പൊ അതിന് നമുക്ക് റെഡ് കളർ കൊടുക്കാം. Question 2. മനു ഈസ് മേക്കിംഗ് എ ഗ്രീറ്റിംഗ് കാർഡ്.
He pasted colored string along all four sides of a square of sides 8 centimeters. What is the total length of the string he used? മനു ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൽ നൂല് ഉപയോഗിച്ചിട്ട് കളറിൻ്റെ നൂല് ഉപയോഗിച്ചിട്ട് സ്ക്വയറിൻ്റെ ഷേപ്സ് ഉണ്ടാക്കുന്നുണ്ട്. സൈഡ്സ് 4 സൈഡ്സ് ഉള്ള സ്ക്വയറിൻ്റെ ഷേപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു സൈഡ് 8 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അങ്ങനെയെങ്കിൽ എത്ര ലെങ്ത് ഉള്ള സ്ട്രിങ് യൂസ് ചെയ്യേണ്ടി വരും എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എങ്ങനെ ചെയ്യാം? അത് ലെങ്ത് ഓഫ് 4 സൈഡ്സ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റേഴ്സ്. സ്ക്വയർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ 4 സൈഡിൻ്റെ ലെങ്ത്തും സെയിം ആയിരിക്കും, 8 സെൻറ്റിമീറ്റേഴ്സ് ആയിരിക്കും. ടോട്ടൽ സൈഡ്സ് ഫോർ എ സ്ക്വയർ, ഒരു സ്ക്വയറിന് വേണ്ട ടോട്ടൽ സൈഡ്സ് 4 ആണ്. അതുകൊണ്ട് ടോട്ടൽ ലെങ്ത് ഓഫ് സ്ട്രിങ് എത്രയായിരിക്കും? 4 തവണ 8 ആഡ് ചെയ്ത് നോക്കിയാൽ മതി അല്ലേ? 8 + 8 + 8 + 8 is equal to 32 സെൻറ്റിമീറ്റേഴ്സ് ആണ്. Question 3. Draw a rectangle in the notebook using a rectangle card. നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒരു റെക്റ്റാങ്കിൾ കാർഡ് ഉപയോഗിച്ചിട്ട് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഡ്രോ സ്ക്വയേഴ്സ് ഓൺ ബോത്ത് ദ ഷോർട്ടർ ആൻഡ് ലോങ്ങർ സൈഡ്സ് യൂസിങ് റൂളർ. ആ റെക്റ്റാങ്കിളിന്റെ ചെറിയ വശമുള്ള, അതായത് ലെങ്ത് കുറവുള്ള സൈഡിലും കൂടുതലുള്ള സൈഡിലും എന്ത് ചെയ്യുക? ഓരോ സ്ക്വയേഴ്സ് വരച്ചു കൊടുക്കുക. മെഷർ ദെയർ സൈഡ്സ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. അത് വരച്ചാൽ മാത്രം പോരാ, എല്ലാത്തിന്റെയും ലെങ്ത് എത്രയുണ്ടെന്ന് മെഷർ ചെയ്ത് എഴുതുകയും ചെയ്യുക. അപ്പൊ ഞാൻ ആദ്യം ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നുണ്ട്. സൈഡ് 3 സെന്റിമീറ്റേഴ്സും അതുപോലെ രണ്ട് സൈഡ് 3 സെന്റിമീറ്റേഴ്സും 2 സൈഡ് 5 സെന്റിമീറ്റേഴ്സും ആണ് വരച്ചിട്ടുള്ളത്. ഇനി ഞാൻ ഇവിടെ നിന്ന് ചെറിയ ലെങ്ത് ഉള്ള സൈഡിൽ, അതായത് 3 സെന്റിമീറ്റേഴ്സ് ഉള്ള ഒരു സൈഡിൽ ഞാനൊരു സ്ക്വയർ വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ സ്ക്വയറിന്റെ 4 സൈഡും 3 സെന്റിമീറ്റേഴ്സ് വീതമാണ്. ഇനി ലോങ്ങർ സൈഡിൽ ഞാനൊരു സ്ക്വയർ കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ 4 സൈഡും, ഈ സ്ക്വയറിന്റെ 4 സൈഡും എന്താണ്? 5 സെന്റിമീറ്റേഴ്സ് വീതമാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾ വരയ്ക്കുന്ന റെക്റ്റാങ്കിളിന്റെയും സ്ക്വയറിന്റെയും ലെങ്ത് മേ ബി ഡിഫറെന്റ് ആയിരിക്കാം. അതിനനുസരിച്ച് ചെയ്യുക. Question 4. The lengths of sides of some figures are given below. Which of them can be used to draw a rectangle? ഒരു 4 ലെങ്ത്തുകൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. പല ഷേപ്സ് വരയ്ക്കുന്നതിന്റെ ലെങ്ത്തുകളാണ്. ഇതിൽ റെക്റ്റാങ്കിളിന്റെ ലെങ്ത്തുകൾ വെച്ചിട്ട് റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പറ്റുന്നത് ഷേപ്പ് ഏതാണോ അതിന് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ A5, 8, 6, 7 4 വശങ്ങളും 4 സൈഡ്സും 4 ലെങ്ത് ആണുള്ളത്. അപ്പൊ അതുകൊണ്ട് റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പറ്റില്ല. B5, 6, 7, 9 ഇതിലും 4 ലെങ്ത്തും 4 സൈഡുകളും 4 ലെങ്ത് വീതമാണ്. അതുകൊണ്ട് ഈ ബിയും പറ്റില്ല. C5, 8, 5, 8 ഇതിൽ 2 സൈഡ്സ് സെയിം ലെങ്ത് ആണ്. അപ്പൊ റെക്റ്റാങ്കിളിന്റെ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ്സ് സെയിം ലെങ്ത് ആയിരിക്കും അല്ലെ? അതുകൊണ്ട് സി കറക്റ്റ് ആണ്, വരയ്ക്കാനായിട്ട് പറ്റും. D8, 8, 5, 8 3 സൈഡ് സെയിം ലെങ്ത് ആണ്, 4ാമത്തെ സൈഡ് ഡിഫറെന്റ് ആണ്. അപ്പൊ അതുകൊണ്ടും റെക്റ്റാങ്കിൾ വരയ്ക്കാനായിട്ട് പറ്റില്ല. Question 5. Which of the lengths below cannot be used to draw a square? താഴെ നമുക്ക് 4 ഡിഫറെന്റ് ലെങ്ത് തന്നിട്ടുണ്ട്. അതിൽ ഈ 4 ലെങ്ത്തിലും സ്ക്വയർ വരയ്ക്കാൻ പറ്റാത്ത ലെങ്ത് ഏതാണോ അത് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഒരു സ്ക്വയറിന്റെ പ്രത്യേകത എന്താണ്? സ്ക്വയറിന്റെ 4 സൈഡ്സും ഈക്വൽ ലെങ്ത് ആയിരിക്കും അല്ലെ? അപ്പൊ ലെങ്ത് ഓഫ് ഈച്ച് സൈഡ് 8, ഓരോ സൈഡിന്റെയും ലെങ്ത് 8 ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്ക്വയർ വരയ്ക്കാം. D5, 5, 5, 5 4 ലെങ്ത്തും സെയിം ആണ്, അതുകൊണ്ടും വരയ്ക്കാം. C all 4 sides 6 എല്ലാ 4 വശങ്ങളും 6 സെന്റിമീറ്റേഴ്സ് ആണ്, അതുകൊണ്ട് നമുക്ക് വരയ്ക്കാം. D5, 5, 6, 6 2 സൈഡ് 5ഉം 2 സൈഡ് 6ഉം ആണ്. അതുകൊണ്ട് നമുക്കൊരു റെക്റ്റാങ്കിളെ വരയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആ റെക്റ്റാങ്കിൾ എന്താവില്ല? സ്ക്വയർ ആവില്ല. അപ്പൊ D ആണ് ആൻസർ. Question 6. നമുക്കിവിടെ 3 പാറ്റേൺസ് തന്നിട്ടുണ്ട്. വിച്ച് ഈസ് ദ നെക്സ്റ്റ് പിക്ചർ? അതിൽ 4ാമത്തെ പിക്ചർ ഏതായിരിക്കും വരിക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ പാറ്റേണിൽ 2 സ്ക്വയേഴ്സ് വീതമാണ് തന്നിട്ടുള്ളത്. ഒരു വലിയ സ്ക്വയറും അതിനോട് ചേർന്ന് ഒരു കോർണറിൽ മറ്റൊരു ചെറിയ സ്ക്വയറും അല്ലെ? അപ്പൊ ആദ്യത്തെ പിക്ചറിൽ സ്ക്വയർ ഇതാ ഈ സൈഡിലാണ് കിടക്കുന്നത്. രണ്ടാമത്തേതിൽ അതിൽ നിന്ന് തൊട്ടപ്പുറത്തുള്ള ഈ കോർണറിലായി. മൂന്നാമത്തേതിൽ അതിൽ നിന്ന് തൊട്ടപ്പുറത്തുള്ള അടുത്ത കോർണറിലായി. അപ്പൊ 4ാമത്തേത് സ്വാഭാവികമായിട്ടും അതിന് തൊട്ടപ്പുറത്തുള്ള ഈ കോർണറിലായിരിക്കും. അപ്പൊ ആ പിക്ചർ വരുന്നത് പിക്ചർ C ആണ്. അപ്പൊ C ആണ് ആൻസർ. അപ്പൊ മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലൈൻസ് ആൻഡ് ഷേപ്സ് എന്നുള്ള മാത്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്തിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പൊ ശരി, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്